നമസ്കാരം. പണി വരണുണ്ട് അവറാച്ച ഓടിക്കോ എന്ന് പറയേണ്ടി വരും ദിവസങ്ങളിൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതാ വെല്ലുവിളി, അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് 2020 പാർട്ടിയുടെ നേതാവ് സാബു ജേക്കബാണ് രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ട വാർത്തയാണത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP ടിക്കറ്റിൽ എറണാകുളത്ത് സാബു എം ജേക്കബ് മത്സരിക്കും അല്ലെങ്കിൽ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള വാർത്തകൾക്കിടയിലാണ് വളരെ അപ്രതീക്ഷിതമായിട്ട് 2020 ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിക്കൊണ്ട് സാബു ജേക്കബ് രംഗത്തെത്തിയിരിക്കുന്നത്. കൂടാതെ അതിരൂക്ഷമായ ഭാഷയിൽ കേരള സർക്കാരിനെ വിമർശിക്കാനും അദ്ദേഹം മറന്നില്ല എന്നുള്ളതാണ്. കിഴക്കമ്പലത്ത് നടന്ന 2020 മഹാസംഗമത്തിലായിരുന്നു കിറ്റക്സിൻ്റെ MD കൂടിയായിട്ടുള്ള സാബു എം ജേക്കബിൻ്റെ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രതികരണം നടന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇതാണ്: തന്നെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ മകളെ ഒരാഴ്ചയ്ക്കകം ജയിലിലാക്കും. അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി ഇതായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞത്. അതിനുതകുന്ന ആറ്റം ബോംബ് തൻ്റെ കയ്യിലുണ്ട് എന്നാണ് സാബു എം ജേക്കബ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഒരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, സ്വപ്ന സുരേഷിൻ്റെ കയ്യിലുള്ള ബോംബല്ല സാബുവിൻ്റേത്, ഇത് ആറ്റം ബോംബാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന് സാബു എം ജേക്കബ് പറയുകയാണ്. അതുകൊണ്ട് പണി വരണുണ്ട് അവറാച്ച ഓടിക്കോ. 2020 പരിപാടി തടസ്സപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ MLAയും കൂട്ടരുമൊക്കെ ഇൻ്റർനെറ്റ് കണക്ഷൻ അടക്കം കട്ട് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പോൾ PV ശ്രീനിധൻ എന്ന് പറയപ്പെടുന്ന MLA ഉണ്ടല്ലോ, അദ്ദേഹം നൽകുന്ന ദ്രോഹം, ആ ദ്രോഹം ചെയ്യുന്നത് മൂലമാണ് ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഉണ്ടാകുന്നത് എന്നുകൂടി സാബു എം ജേക്കബ് ആരോപിക്കുന്നുണ്ട്. അധികാരമോ പദവികളോ ആഗ്രഹിച്ചിട്ടല്ല താൻ ഇതിനകത്ത് നിൽക്കുന്നത്. തനിക്ക് രാജ്യസഭാ സീറ്റൊക്കെ വാഗ്ദാനം ചെയ്തു തന്നിട്ടുണ്ട് എന്നൊക്കെ സാബു ജേക്കബ് പറയുന്നുണ്ട്. മാധ്യമങ്ങൾ ഇതിനു മുൻപ് തന്നെ CPM ആക്കുകയും അതിനുശേഷം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ സംഖ്യയാക്കി മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നാളെ ചിലപ്പോൾ കോൺഗ്രസ്സുകാരനാക്കിയേക്കാം, കൊങ്ങിയാക്കി മാറ്റിയേക്കാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എറണാകുളത്ത് NDA സ്ഥാനാർത്ഥിയായി സാബു ജേക്കബ് മത്സരിക്കുമെന്ന പ്രചരണത്തോട് പ്രതികരിക്കുകയായിരുന്നു ഈ സാബു എം ജേക്കബ്. അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതേസമയം ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ചാർലി പോളിനെയും എറണാകുളത്ത് അഡ്വക്കേറ്റ് ആൻ്റണി ജൂഡിയെയും 2020 സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ ഈ പ്രഖ്യാപനമൊക്കെ സത്യത്തിൽ ഇവരുടെ തന്നെ സ്ഥാനാർത്ഥികൾ മത്സരിക്കുമോ അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥിയായിട്ടായിരിക്കുമോ മത്സരിക്കുക എന്നുള്ളതൊക്കെ കുറച്ച് ദിവസങ്ങൾക്കൊക്കെ അറിയാൻ കഴിയുന്നതായിരിക്കും. ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞതാണ്, സാബു എം ജേക്കബിൻ്റെ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളൊരു മുഖം, ആ മുഖം ഇവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ കോൺഗ്രസിനോടോ കമ്മ്യൂണിസ്റ്റിനോടോ അദ്ദേഹത്തിന് ഒരു അകലം പാലിച്ചല്ലാതെ നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ NDAയുടെ ഭാഗമായിട്ട് മാത്രമായിരിക്കും ഇനി സാബു എം ജേക്കബും സാബു എം ജേക്കബിൻ്റെ 2020 എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും ഇവിടെ നിലകൊള്ളുക എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് എറണാകുളം അടക്കമുള്ള മണ്ഡലങ്ങളിൽ സാബു എം ജേക്കബിൻ്റെ പേരടക്കം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉണ്ടാകുന്നുണ്ട്. NDAയുടെ സ്ഥാനാർത്ഥി നിർണയത്തിലാണ് അത്തരത്തിലുണ്ടാകുന്നത്. ഒന്നുകിൽ 2020 എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനം NDAയുടെ ഭാഗമായിട്ട് മാറും, അല്ലെങ്കിൽ സാബു എം ജേക്കബും സാബു എം ജേക്കബിൻ്റെ 2020യുടെ അംഗങ്ങളും അണികളുമൊക്കെ BJPയുടെ ഭാഗമായി മാറുവാനുള്ള സാധ്യതയുമുണ്ട്. പക്ഷേ ഇതിലേറ്റവും കൂടുതൽ സാധ്യത എന്ന് പറയപ്പെടുന്നത് 2020 എന്ന് പറയപ്പെടുന്ന NDAയുടെ ഒരു ഘടകകക്ഷിയായി മാറി അവരോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതായിരിക്കും. സാബു എം ജേക്കബിന് രാജ്യസഭാ സീറ്റ് വരെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുകയാണ്. നാളെ അദ്ദേഹം MP ആയി വന്നാലും അതിനകത്ത് അതിശയോക്തിയില്ല എന്നുകൂടി പറയട്ടെ. അതുകൊണ്ട് സാബു എം ജേക്കബിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ ഇനി മുഖ്യമന്ത്രി പിണറായി വിജയനോ അദ്ദേഹത്തിൻ്റെ ഈ അന്തംഗമി പാർട്ടികളോ സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അറിയേണ്ടി വരുന്നത് വീണ വിജയൻ എന്നറിയപ്പെടുന്ന മുഖ്യമന്ത്രിയുടെ മകളായിരിക്കും. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളെന്ന് പറയപ്പെടുന്നത് സാബു എം ജേക്കബിനെ ഏത് നിമിഷമാണോ ഇവിടുത്തെ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ പോലീസും അറസ്റ്റ് ചെയ്യപ്പെടുന്നത്, അതിന് ഒരാഴ്ചയ്ക്ക് ശേഷം ഈ മുഖ്യമന്ത്രിയുടെ മകൾ, പിണറായി വിജയൻ്റെ മകൾ വീണ വിജയൻ എന്ന് പറയപ്പെടുന്നത് ജയിലറകൾക്കുള്ളിലേക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിന് പറ്റിയ ബോംബുകൾ തൻ്റെ കൈവശമുണ്ട് എന്ന് തന്നെയാണ് സാബു എം ജേക്കബ് പറയുന്നത്. അതുകൊണ്ട് അത് പൊട്ടിക്കുക തന്നെ ചെയ്യും. അതിനു മുൻപ് വെറുതെ കയറി ഈ സാബു എം ജേക്കബിനെ ചൊറിയാൻ നിൽക്കരുത് പിണറായി, നിങ്ങൾക്ക് മാന്തു കൊള്ളേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലൊരു വെല്ലുവിളിയാണ് ഇപ്പോൾ സാബു എം ജേക്കബ് ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ആ വെല്ലുവിളി സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രം ചൊറിയാൻ ഇറങ്ങുക എന്നുകൂടി പറയട്ടെ.